നമസ്കാരം. എൻ്റെ പേര് ഹേമ ശങ്കർ. ഞാൻ കറൂറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റലിൽ വന്നത് വിട്ടുമാറാത്ത ഛർദി, ഗ്യാസ് ട്രബിൾസും ഹാർട്ട് ബേൺസും കാരണമാണ്. ആദ്യം ഞാനിവിടെ കാഷ്വാലിറ്റി വരികയും പിന്നെ ഡോക്ടർ മുഹമ്മദ് നൗഫലിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റിലും ആയിരുന്നു. ഈ ഇടയ്ക്ക് എനിക്ക് ജയഡെക്സിൻ്റെ ഒരു സർജറി ചെയ്തു. അതായത് വിട്ടുമാറാത്ത ഹാർട്ട് ബേൺസും ഛർദിയും കാരണങ്ങളും കൊണ്ടാണ്. അതായത് ഒരു 12-15 നമ്മൾ ഛർദിക്കുമായിരുന്നു. അത് കാരണത്താൽ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറയുകയും അതിൽ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ജയഡെക്സ് സർജറി ചെയ്യുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് 5th ഡേ ആണ്. ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. അതായത് അപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഇഷ്യൂസും വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി മരുന്ന് കഴിച്ചിരുന്നു. അപ്പോൾ ഈ സർജറി മൂലം എനിക്ക് മരുന്ന് കഴിക്കാത്ത അവസ്ഥയിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു സർജറിയാണ്. പിന്നെ ഇവിടുത്തെ സർവീസ് പറയുകയാണെങ്കിൽ വളരെ വാമായിട്ടുള്ള സർവീസാണ്. ഭയങ്കര പേഷ്യൻറ്റിനെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കുന്ന സർവീസാണ് അഡലക്സ് അപ്പോളോയിലുള്ളത്. സോ വളരെ ആർക്കെങ്കിലും ഗ്യാസ്ട്രോ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ഡോക്ടർ മുഹമ്മദ് നൗഫലിനെ തന്നെ പേടിക്കാതെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. കാരണം ഡോക്ടർ അത്രത്തോളം അറ്റൻറ്റീവാണ്. നമുക്ക് എന്ത് ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ അതെല്ലാം വളരെ ക്ഷമയോടുകൂടി ഡോക്ടർ കേൾക്കുകയും അതിനെല്ലാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജാർഗൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് രീതിയിൽ ഡോക്ടർ പറഞ്ഞുതരും. അതിനുപരി ഇപ്പോൾ എനിക്ക് സർജറി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയ്ക്കും എല്ലാവർക്കും ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് ഏതായിരിക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു സർജറി ചെയ്യുന്നത്. ഡോക്ടർ ആദ്യം എന്നെ കൊണ്ട് മേക്ക് ഷുവർ ചെയ്തിട്ട് ഞാൻ കാമാണ്, അതായത് ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആണ്, അതായത് യാതൊരു രീതിയിലൊരു പേടിയില്ലാത്ത രീതിയിൽ എന്താണ് ചെയ്യണത്, എന്തിനാണ് പേടിയുടെ ആവശ്യം എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആക്കുമായിരുന്നു ഡോക്ടർ. പിന്നെ സർജറിയിൽ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ഡോക്ടർ നമ്മളൊപ്പം നിന്ന് വളരെ നമ്മളെ പീസ്ഫുള്ളാക്കി. അതായത് ശരിക്കും പറഞ്ഞ് ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അനസ്തേഷ്യയ്ക്ക് മുന്നേ. പിന്നെ കണ്ണുറക്കുമ്പോൾ എൻ്റെ മുന്നേ ഞാൻ അമ്മയെ കണ്ടത്. അത്രത്തോളം യാതൊരു രീതിയിലൊരു ബുദ്ധിമുട്ടോ ഒന്നുമേ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ഡേ ആണ് എൻ്റെ. വളരെ ഞാൻ കംഫർട്ടബിളും ഹാപ്പിയുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്.